ഉത്തർപ്രദേശിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. 2 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. മുൻ MP-യുടെ മകനും ഗുണ്ടാ നേതാവുമായ അസദ് അഹമ്മദും കൂട്ടാളിയുമാണ് കൊല്ലപ്പെട്ടത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഏറ്റുമുട്ടൽ കൊല. ഒളിവിൽ കഴിയുകയായിരുന്ന അസദ് അഹമ്മദ് ഉത്തർപ്രദേശ് പ്രത്യേക ദൌത്യസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് കൊല്ലപ്പെട്ടത്. അസദിനെ ജീവനോടെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൌത്യസംഘം പറയുന്നു. അസദിനെ കൂടാതെ കേസിലെ മറ്റൊരു പ്രതി ഗുലാമും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഉമേഷ് പാൽ കേസിൽ പ്രതികളായ ഇരുവരെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് UP സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റുമുട്ടലിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഝാൻസിയിൽ ഡെപ്യൂട്ടി SP-മാരായ നവേന്ദു, വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘവുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. ഇവരിൽ നിന്ന് പുതിയതരം വിദേശായുധങ്ങൾ, മൊബൈൽ ഫോൺ, സിം കാർഡുകൾ എന്നിവ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും അനുയായികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ 2005 ജനുവരിയിൽ രാജു പാൽ വെടിയേറ്റു മരിച്ച കേസിലെ മുഖ്യസാക്ഷിയായിരുന്നു ഉമേഷ് പാൽ. 2006-ൽ ഉമേഷിനെ തട്ടിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്നുവെന്നാണ് കേസ്. ഉമേഷിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ആതിഖ് അഹമ്മദിനും മറ്റു 2 പേർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായിരുന്ന അദീഖിന്റെ ഭാര്യ സഹോദരൻ അഖ്ലാഖ് അഹമ്മദിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം നീതി ലഭിച്ചെന്ന് കൊല്ലപ്പെട്ട ഉമേഷ് പാലിന്റെ കുടുംബവും പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.